ഹായ് ഹലോ. ഇത് ഈ വർഷം കിട്ടിയ ആദ്യത്തെ പഴുത്തയൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് ചക്ക വരട്ടി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അത് വെട്ടിയെടുക്കുവാണ്. നല്ല മധുരമുള്ള അടിപൊളി ചക്കയാണ്. അപ്പോൾ ചക്ക വരട്ടി ഉണ്ടാക്കാൻ അടിപൊളിയാണ്. അപ്പോൾ അതിനായിട്ടത് വെട്ടിയെടുക്കുവാണ്. അങ്ങനെ ചക്കയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഒന്ന് അടിച്ചെടുക്കാനായിട്ട് അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചക്കച്ചോള ഇട്ട് കൊടുക്കുവാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതാ ചക്ക അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്തെടുക്കാം. ഇതാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. അങ്ങനെ ഫുള്ളായിട്ട് ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല മധുരമുള്ളതൊക്കെയാണ്. ഇനി അങ്ങനെ ഇതാ ഫുള്ളായിട്ട് അടിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് അല്പം നെയ്യ് ചേർത്ത് അത് നെയ്യ് ചൂടായതിന് ശേഷം അതിലേക്ക് നേരത്തെ അടിച്ചെടുത്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ വെള്ളമയമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ശർക്കര പാനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. മധുരം ഉള്ളതുകൊണ്ട് തന്നെ ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ അല്പം മാത്രമാണ്. ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്താ ഇപ്പോൾ ചക്ക ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അല്പം നെയ്യ് ചേർത്തിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. അങ്ങനെ ഇതാ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാണ് അതിൻ്റെ പാകം. ഇതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കാമല്ലോ, അടയൊക്കെ തയ്യാറാക്കാനൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ. അങ്ങനെ ഇതാ ചക്കവരട്ടി തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുമേ. അതിലേക്ക് ചുക്കുപൊടി ഏലക്കാപ്പൊടിയൊക്കെ ചേർക്കാൻ ഞാൻ ഏലക്കാപ്പൊടി അല്പം ചേർത്തിരുന്നു. ഇപ്പോൾ ഇത് അടിപൊളി ചക്കവരട്ടി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.